ഒബ്ജക്റ്റ് മോഡിൽ നിന്നും ബോൺ സെലക്ട് ചെയ്യുന്ന ആർമേച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം പോസ് മോഡിലേക്ക് വരാം. പോസ് മോഡിൽ ഒരു നീല നിറത്തിലായിരിക്കും കാണുന്നത്. ഇനി നമുക്കിതിന് ആവശ്യമായ ചലനങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഏതൊക്കെ ബോൺസ് ആണോ ചലിപ്പിക്കേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ കീ ഫ്രെയിം നോക്കുക, ഫ്രെയിംസ് നോക്കുക. ഇവിടെ 1 to 250 ആണുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ നിന്നും ഈ കൈ ഒന്ന് കുറച്ച് അടുപ്പിക്കാൻ വേണ്ടി ഈ ബോൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം റൊട്ടേഷൻ വേണ്ടി 6 പ്രസ് ചെയ്യാം. വൈ ആക്സിസിനെ ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. വൈ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ കുറച്ച് താഴേക്ക് നീക്കി വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഭാഗം മുട്ടിന് താഴെയുള്ള ഭാഗത്തിൻ്റെ ബോൺ സെലക്ട് ചെയ്യുന്നു. 6 പ്രസ് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് അടുപ്പിച്ച് വെക്കാം. ഈ ഭാഗത്തെ അതുപോലെ തന്നെ റൊട്ടേറ്റ് വൈ പ്രസ് ചെയ്ത് നമുക്ക് അടുപ്പിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഭാഗവും റൊട്ടേറ്റ് വൈ പ്രസ് ചെയ്ത് താഴേക്ക് അടുപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് കരടി നടക്കുന്ന ഇതാണ് വേണ്ടത്. അപ്പോൾ ഒരാൾ നടക്കുമ്പോൾ ഇടത് കാല് മുന്നോട്ട് പോകും. ഇതാ ഇടത് കാല് മുന്നോട്ട് പോകുമ്പം വലത് കൈയും മുന്നോട്ട് പോകും. തിരിച്ചും വലത് കാല് മുന്നോട്ട് പോകുമ്പം ഇടത് കൈ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇടത് കാലം മുന്നോട്ട് നീക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ബോൺ സെലക്ട് ചെയ്യുന്നു, തുടയിൽ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് വ്യൂയിലേക്ക് പോകാം. അതിനുവേണ്ടി കീബോർഡിലെ 3 പ്രസ് ചെയ്യുന്നു. അതിനുശേഷം റൊട്ടേറ്റ്, ഇപ്പോൾ നമുക്ക് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ട. എക്സ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്രസ് ചെയ്യുമ്പം നമുക്ക് ഏത് രീതിയിലും കാല് അനക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കുട്ടികളെ കാണിക്കുക. അപ്പോൾ മൂവ് ചെയ്തതിനനുസരിച്ച് ഇത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു നിശ്ചിത അളവ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം 6 എക്സ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മൈനസ് ആണ് അടിക്കേണ്ടത്. മൈനസ് ഇത്ര ഡിഗ്രി എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 20 ഡിഗ്രിയാണ് തിരിക്കേണ്ടത്. 6 എക്സ് -20 അടിക്കുന്നു. അപ്പോൾ കാലം മുന്നോട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഫ്രണ്ട് വ്യൂയിലോട്ട് പോവാം. ഇനി നമുക്ക് കൈയാണ്, വലത് കൈയാണ്, ഇടത് കാലം മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ വലത് കൈയാണ് മുന്നോട്ട് പോകേണ്ടത്. വലത് കൈയുടെ ബോൺ സെലക്ട് ചെയ്യുന്നു. നമുക്ക് വ്യൂ പോയിൻ്റ് റൈറ്റ് നോക്കാം. വ്യൂ പോയിൻ്റ് റൈറ്റ് അല്ലെങ്കിൽ കൺട്രോൾ നമ്പർ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോയി. ഇവിടെയും 6 എക്സ് -20 അടിക്കുമ്പോൾ കൈ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. 1 പ്രസ് ചെയ്യുക. അപ്പോൾ ഇടത് കാലും വലത് കൈയും നമ്മൾ നീക്കി. ഇനി അതുപോലെ തന്നെ വലത് കാലും ഇടത് കൈയും നീക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വലത് കാലിൻ്റെ ബോൺ സെലക്ട് ചെയ്യുന്നു. ലെഫ്റ്റ് വ്യൂയിലേക്ക് പോകുന്നു. കൺട്രോൾ 3 പ്രസ് ചെയ്യുക. ലെഫ്റ്റ് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഈ കാല് പുറമോട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ 6 എക്സ് 20 പ്രസ് ചെയ്ത് അത് പുറമോട്ടേക്ക് ആക്കാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. ഇനിയും ഈ കൈയാണ് മൂവ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ചെയ്യാം. 6 എക്സ് 20 എന്ന നിലയിൽ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നടക്കുന്ന ഫീൽഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഇതിനെ നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഇതിൻ്റെ പൊസിഷൻസ് നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഈ ബോൺസ് മൊത്തം സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി എ പ്രസ് ചെയ്യുക. അപ്പോൾ ബോൺസ് അല്ലെ ആർമേച്ചർ മൊത്തം സെലക്ട് ആയിട്ടുണ്ട്. ഇനിയും അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി അല്ലെ കീ ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടി ഐ പ്രസ് ചെയ്യുന്നു. അവിടെ നമുക്ക് റൊട്ടേഷൻ, ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ എന്നുള്ളത് കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനിയും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 20ാമത്തെ ഫ്രെയിമിൽ
ഇതിന് വേണ്ട മാറ്റങ്ങൾ നോക്കണം. അപ്പം ഇടത് കാല് മുന്നോട്ടും വലത് കൈ മുന്നോട്ടും വലത് കാല് പുറമോട്ടും ഇടത് കൈ മുന്നോട്ടുമാണ് ഇപ്പോൾ ഉള്ളത്. നേരെ തിരിച്ച് ആക്കണം. അപ്പോൾ നമുക്കിവിടെ നിന്നും ഇടത് കാലിൻ്റെ ബോൺ സെലക്ട് ചെയ്യാം. എപ്പോഴും ബോൺ സെലക്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് തന്നെ ബോൺ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് വ്യൂയിലോ ലെഫ്റ്റ് വ്യൂയിലോ ഒക്കെ നിന്ന് ബോൺ സെലക്ട് ചെയ്യുമ്പോൾ ഏത് ബോണാണെന്ന് നമുക്ക് ചിലപ്പം മനസ്സിലാകാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ബോൺ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് വ്യൂയിലേക്ക് പോകാൻ 3 പ്രസ് ചെയ്തു. ഓക്കെ. അതിനുശേഷം ഈ കാല് ഇനി പുറമോട്ടാണ് വരേണ്ടത്. അതിനുവേണ്ടി 6x, അപ്പം 20 ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. അത് മുന്നോട്ട് തിരിച്ച് 20 വന്നു കഴിഞ്ഞാൽ നേരെയാവും. വീണ്ടും പുറയിലോട്ട് പോകണമെങ്കിൽ ഒരു 20 പോകണം. ആകെ 40 ഡിഗ്രി പുറമോട്ട് പോകണം. അതുകൊണ്ട് തന്നെ 40 എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. ഇനിയും ഈ കൈയാണ് പുറമോട്ട് പോകേണ്ടത്. അതും സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. 6x40 എന്ന നിലയിൽ അതിനെ 40 ആക്കാം. ഇനിയും ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ കൈയും ഈ കാലിൻ്റെ ബോണും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇടത് കൈയുടെ ബോണും സെലക്ട് ചെയ്യുന്നു. നമുക്ക് 6x മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് തന്നെ -40 ടൈപ്പ് ചെയ്യുന്നു. അപ്പോഴത് റെഡി ആയിട്ടുണ്ട്. അപ്പം വലത് കാലും ഇടത് കൈയും മുന്നോട്ടായി, ഇടത് കാലും വലത് കൈയും പുറമോട്ടായി. അപ്പോൾ 20ൽ ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. എ പ്രസ് ചെയ്തിട്ട് മൊത്തം സെലക്ട് ചെയ്യുന്നു. കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് I പ്രസ് ചെയ്യുന്നു. റൊട്ടേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 40ൽ വീണ്ടും ഒന്നാമത്തെ പൊസിഷനിലേക്കാണ് പോകേണ്ടത്. അതായത് ഇടത് കാലം മുന്നോട്ടും വലത് കാലം പുറമോട്ടും പോകണം. അതുപോലെ കൈയുടെ ചലനവും ആ രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ 40ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യാം. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ പൊസിഷൻ തന്നെ ഇവിടെ വരാനായിട്ട് ഒന്നാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവെക്കുക. Ctrl+C കോപ്പി ചെയ്യാൻ വേണ്ടി Ctrl+C പ്രസ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യാൻ വേണ്ടി Ctrl+V പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പൊസിഷൻ തന്നെ 40ാമത്തെ പൊസിഷനിലും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചലിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം അത് ചലിച്ചിട്ടുണ്ട്. സൈഡ് വ്യൂയിലോട്ട് പോകാം. ഇവിടെ കൊണ്ട് ഈ മൗസ് പോയിൻ്റ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് കട്ട് കീ വർക്ക് ചെയ്യുള്ളൂ. സൈഡ് വ്യൂയിലോട്ട് പോകാം. നമുക്ക് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഇതിന് ഈ ഒരു കാര്യം തന്നെയാണ്, കരടി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ചലിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു മോഷനെ നമുക്ക് സൈക്ലിക്ക് ആക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ലെഫ്റ്റ് അറ്റത്ത് എഡിറ്റ് ടൈപ്പ് എന്നുള്ളതുണ്ട്. അതിലൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിൽ ഡോപ്പ് ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ചാനൽ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അവിടെ എക്സ്ട്രാപോലേഷൻ മോഡ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അവിടെ മേക്ക് സൈക്ലിക് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് വീണ്ടും എഡിറ്റ് ടൈപ്പിൽ നിന്നും ടൈം ലൈൻ സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം ഇവിടെ നിന്നും ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോകുന്നു. ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കരടി ഇങ്ങനെ ചലിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണാം. ഈ കരടിയുടെ തലയ്ക്ക് ആവശ്യമായിട്ടുള്ള ചലനങ്ങളൊക്കെ കൊടുത്താൽ അതും വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൈക്ക് കാലിന് മാത്രമേ ചലനം കൊടുത്തുള്ളൂ. നടക്കുമ്പോൾ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിക്കുകയോ ഒക്കെ ചെയ്യാമെങ്കിൽ ഇവിടെ ഈ ബോൺസിന് ചലനം കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കരടിയെ നടക്കുന്ന ഒരു കരടിയാക്കി മാറ്റാം. ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ബാക്കി ഈ കരടിയെ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ച് ബാക്കി പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാക്കാം.